ഞാൻ ഈ തകർത്ത് പിടിച്ചൊരുങ്ങുന്നത് എങ്ങോട്ടേക്കാന്നല്ലേ? ആണ്ടിലൊരിക്കൽ മാവേലി വരുന്ന പോലെ ഞാനും ഒരു പോക്കുണ്ട്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഒരു വർഷത്തെ എന്റെ കോഴ്സ് 2 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോയ മിടുക്കിയാണ് ഞാൻ. അപ്പൊ കുറെ നാൾക്ക് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണ് ഇത്. എന്റെ പ്രാക്ടിക്കൽ ഉച്ച കഴിഞ്ഞിട്ടായതുകൊണ്ട് പോകാൻ ഇറങ്ങിയ സമയത്ത് ഒട്ടുക്കത്തെ വെയിലായിരുന്നേ. എനിക്ക് പിന്നെ മറവി കുറച്ച് കൂടുതലായതുകൊണ്ട് എന്റെ ഉണ്ടായിരുന്ന ടവല് ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ദേ ഈ ഒരു ടവലൊക്കെ മേടിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. എനിക്കിപ്പോഴും ദേ ഈ സൈഡ് സീറ്റിൽ ഇരിക്കാനുള്ള കൊതി മാറിയിട്ടില്ല. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് പോകുന്നതിന്റെ സുഖം വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലം തമ്പാനൂർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരുടെ കയ്യിലും കുടയുണ്ട്. അത്രയ്ക്ക് വെയിലാണ്. ഞാൻ കരിഞ്ഞുണങ്ങി നടന്ന് അവിടെ എത്തി. കുറെ നാൾ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുന്ന ഒരു ഫീൽ ആയിരുന്നേ. അവിടെയുള്ള ആരെയും എനിക്ക് പരിചയമില്ല. എന്റെ ബാച്ചിലുള്ള എല്ലാ സ്റ്റുഡൻസും കോഴ്സ് കഴിഞ്ഞ് പോയി. ഇവരാരും എനിക്ക് അറിയില്ല. സാരമില്ല, പരിചയപ്പെടാം. ഉച്ച കഴിഞ്ഞ് 2 മണി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി സ്റ്റേഷൻ സെറ്റ് ചെയ്യാന്നുള്ളത്. നമ്മുടെ മോഡൽ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ മോഡലായിട്ട് വന്ന കുട്ടി ഗൗരി. ആളെ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത്. ഗൗരിക്ക് രാവിലെ വേറെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണേ വന്നത്. കഴിഞ്ഞ വർഷം ബാക്കി വെച്ച് പോയ ഐ മേക്കപ്പ് ആണ് ഞാൻ ചെയ്തത്. ഓരോ ഡിഫറെന്റ് ഐ മേക്കപ്പും 5 പ്രാക്ടിക്കൽ വീതം ചെയ്യണം. നമ്മുടെ പ്രാക്ടിക്കൽ എപ്പോൾ കഴിയുന്നോ അന്നേരം മാമിനെ അറിയിക്കുമ്പോൾ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരും. ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5 മണിയായേ. പിന്നെ ഈ ഒരു മാംഗോ ഡ്രിങ്കും മേടിച്ച് നേരെ ബസ്സിൽ കയറി. ഇനി വീട്ടിലേക്ക് പോകാൻ 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. നല്ല വിശപ്പുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. വീട്ടിൽ ചെന്ന് ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയൊരു സുഖം എൻ്റെ അമ്മേ.